മോളെ, നമ്മുടെ കുരിയച്ചൻ മോക്കൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നേ. അവർ തൊടുപുഴക്കാരാന്നാ പറഞ്ഞത്. ചെറുക്കൻ കാനഡയിൽ നേഴ്സാണ്. നല്ല കുടുംബമാണെന്നാണ് പറഞ്ഞത്. നിന്നെ കാണാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോടൊന്ന് ചോദിക്കട്ടെ എന്നേച്ചും പറയാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊരു നല്ല കേസാണ്. ചാച്ചനേക്കാളും ലോകപരിചയവും വിദ്യാഭ്യാസമൊക്കെ നോക്കാം. മോള് ശരിക്കൊന്ന് ആലോചിക്ക്. ഇതിലെ കുമ്പളപ്പൊന്നും നിന്നുകൊണ്ട് നടന്നാൽ മതിയോ, അതോ ലോകമൊക്കെ ഇറങ്ങി സുഖമായിട്ട് ജീവിക്കണമെന്ന്? അവളോട് ചേട്ടായി ഒന്ന് സംസാരിക്കേ. ഞാൻ എന്നാ പറയാനാടാവേ, ലവിൻ്റെ കേസല്ലേ. അവളോട് ആലോചിക്കാനല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പൊ അവൾ ആലോചിക്കട്ടെന്നേ. അത് കറക്റ്റ്. ഉറങ്ങിയോടി സൗമ്യ? എടി, ചാച്ച നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അറിയാം, വിസ്തരിക്കണ്ട. ഒച്ച വെക്കലടി. കൊച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെ. ഞാൻ നിന്റെ മമ്മിയാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. എന്നിട്ടതങ്ങ് മറന്നു കള. ചെറുക്കനും പാർട്ടിയൊക്കെ എത്തിയിട്ടോ കുഞ്ഞോനെ? നമസ്കാരം. നമസ്കാരം. വാ, കയറി വാ. എന്നാ പറ്റി? ഇത് തുറക്കത്തില്ലല്ലോ. ആ ലോക്കൊന്ന് വലിച്ചേ. ഇത് സ്റ്റക്കാ. ഒന്നുകൂടെ നോക്കി. ഇല്ലേ? ലക്ഷണക്കേടാണല്ലോ കുഞ്ഞോനെ. ചുമ്മാ ഇരി. ഞാൻ അപ്പുറം വരാം. ഗ്ലാസ് ഒന്ന് താത്തിക്കേ. സ്കെയിൽ വല്ലോട്ട് നോക്കണോ? ഒരു മിനിറ്റേ. നീ ടെൻഷൻ ആണ്ട, ഞാൻ നോക്കട്ടെ. ഇല്ലേ അപ്പുറം ഇറങ്ങാന്നേ, ഇതൊക്കെ സാധാരണയല്ലേ. വാ, താങ്ക് യു. നന്നായി വലതുകാലം വെച്ചിറങ്ങിയല്ലോ. അതെ. എല്ലാവരും കയറി കയറി വാ, കയറി വാ. വഴി കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലേ? ഇല്ല. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞാൽ ഇങ്ങോട്ട് ഒറ്റ വഴിയല്ലേ? കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ നമ്മുടെ കുടുംബക്കാരാ. ഹലോ, അവിടെ വിടൂ. കയറി വാ, കയറി വാ. ജിപ്സി. ക്രിസ്പിൻ. ആ, ക്രിപ്സി അല്ല, ക്രിസ്പിൻ, ക്രിസ്പി. ഓക്കെ ഓക്കെ, പോയിന്റിലോട്ട് വരാം. പ്ലെൻറ്റി ഓഫ് ഡിസൈനിങ് വർക്ക്സ് വരാറുള്ള സ്ഥാപനമാണ് ബേബി ആർട്സ് പ്രകാശ്. ദിവംഗതരുടെ ഫ്ലെക്സുകൾ, A+ കിട്ടിയവരുടെ ഫ്ലെക്സ്, ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, സ്റ്റാർ സിംഗേഴ്സ്, D4 ഡാൻസ്, പെരുന്നാൾ ഉത്സവ കമ്മിറ്റി ഫ്ലെക്സുകൾ തുടങ്ങിയവ തീർത്തും ഉത്തരവാദിത്വത്തോടുകൂടി ഡിസൈൻ ചെയ്ത് കട്ടപ്പന കൊണ്ടുപോയി പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന പ്രകാശിലെ ഏക സ്ഥാപനമാണ് ബേബി ആർട്സ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം.
ഹായ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഒരു പാസ്റ്ററുടെ മോനായതാ നിന്നെ- ബേബിച്ചേട്ടാ ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. സ്റ്റുഡിയോ പൂട്ടിയിട്ടില്ല. നോക്കിക്കോ. എങ്ങോട്ടാടാ? ഒരു ചെറിയ മരണം ഉണ്ടെന്നേ. ആര്? ചെമ്പകപ്പാറ. എന്നെ മനസ്സിലായോ? ക്രിസ്പിൻ വളവനാടൻ കപ്പിന്റെ സെമിയിൽ എൻ്റെ ഓവറിലാണ് മഹേഷേട്ടൻ 4 6 അടിച്ച. മറന്നുപോയോ? ക്രിസ്പിൻ റൈറ്റ് ആം ഓവർ ദി വിക്കറ്റ്. പള്ളിപ്പറമ്പൻ്റെ പാമ്പ് ബാസ്പന്റെ അനിയൻ. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് തല്ലുണ്ടാക്കിയപ്പോൾ മഹേഷേട്ടനോ ഞങ്ങളെ പിടിച്ച് ഓട്ടോ കയറ്റി വിട്ടത്. അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ്. നീ എന്തോ പ്രശ്നത്തിലൊക്കെ പെട്ട് എറണാകുളത്തേക്ക് മുങ്ങിയിരിക്കല്ലേ? ബെനറ്റ് മുതലാളിയുടെ ഡോവർമാൻ്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടി നിസാർ കേസിനാണ് മഹേഷേട്ടാ. എന്ത് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയി ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു. കൊള്ളാം. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യമുണ്ട്. ഓക്കെ ഓക്കെ ശരി, പേടിക്കണ്ട, ഞാനിഞ്ഞി ഇവിടെ ഉണ്ടാവും. ബേബി ചേട്ടൻ എന്നെ പണിക്കെടുത്തു. നന്നായി. ഞാനങ്ങോട്ട്. അതെ, ഒരു കുഴപ്പമുണ്ടാക്കിയല്ല, അടങ്ങി ഒതുങ്ങിന്നോളാം. ഇത്ര ഹാൻഡ്സമായ ഒരാൾ വിവാഹം കഴിക്കാൻ എന്തേ താമസിച്ചു എന്നായിരിക്കും സ്വാമി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ അറേഞ്ച് മാരേജ്. ബട്ട് 1-2 ഗേൾസ് എന്നെ മൂടനാക്കി പോയപ്പോൾ എനിക്ക് വിശ്വാസമായി. സൗമിക്ക് അങ്ങനെ എന്തെങ്കിലും എങ്ങനെ സം സോർട്ട് ഓഫ് ലവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? പിന്നെ അല്ല കേട്ടോ. ഇച്ചിരി മതി. പിടിച്ചോ. ജോസഫേട്ടാ, ആ നല്ല ഫോട്ടോ എടുത്തു വെച്ചോട്ടോ. നീ പോടാ പിള്ളേ. മേരി ചേച്ചിന്റെ പേരമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ചെല്ലേ കാത്തുണ്ട്. ആ മഹേഷേ, ബോഡി എത്തിയില്ലേ? ഇല്ല, റോബിന്റെ ഫ്ലൈറ്റ് ഡിലേ വൈകും. ഓ അല്ല നീ എങ്ങോട്ടാ? കടയിലാരും ഇല്ല. ആ പിന്നെ പൊടിപാറ ജ്വല്ലറി അല്ലേ, വാ ഇറങ്ങ്, ഒരു ചായം പഴം കഴിക്കാന്നേ, വാ. റോബസ്റ്റ ഉള്ളാലോ. കൊള്ളാല്ലേ? ജൈവനാ എൽദോച്ചാന്റെ പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു, നീ അത് വെട്ടുമ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്? എങ്ങനെ? ആരാന്നാ? എന്നെ പറമ്പും കാര്യമൊക്കെ ഏൽപ്പിച്ചേക്കണേന്ന്. മൂപ്പരേ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് കയറി പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയെ. ഏടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിട്ട നിന്നെ എങ്ങനെയാടാ എൽദോച്ചായം പറമ്പ് ഏൽപ്പിക്കണേ? യൂത്തിന്റെ പണിയാ നിക്കല്ലേ? യൂത്തിന്റെ പണം നീ ഉളത്തോ? മരിച്ചു വീണാണ്. എടുത്ത് കാണാൻ വേണമെങ്കിൽ മനുഷ്യർ പോകുന്നല്ലേ? എന്ത് വട്ടാടോ എനിക്ക്? പൊട്ട നിന്റെ കഞ്ഞനോട് പറമ്പിക്കാൻ നീ മരിച്ചു വിടാന്ന് ഞാൻ നോക്കിയാ. സാബു മാറ്. കുറെ നാളെ തുടങ്ങിയിട്ട് ഞാൻ എന്നാ വിളിക്കേ, എൽദോനെ വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. അതെ, ഈ കുരിശ് എവിടെയാ കണ്ടേ? നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തടിച്ച് വെച്ചു വെച്ചു.